Calculus of multivariable functions next topic tangent planes and normal lines to the surface z equal to f of xy. നമ്മൾ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞത് ടാൻജന്റ് പ്ലെയിൻസ് ആൻഡ് നോർമൽ ലൈൻസ് ടു ദ ലെവൽ സർഫസസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ കേസ് ആണ് പറയുന്നത്. ഈസി ആയിട്ടുള്ളൊരു സെക്ഷനാണ്. മുമ്പത്തെ ഇക്വേഷൻസിൻ്റെ അതേ സിമ്പിൾ റിപ്പിറ്റേഷൻ തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഫോർ എ സർഫസ് ഗിവൺ എക്സ്പ്ലിസിറ്റ്ലി ബൈ എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ z equal to f of xy, we define f of xy z equal to f of xy minus z, f of xy z equal to z minus f of xy. അതായത് നമുക്കൊരു സർഫസ് തന്നിട്ടുണ്ട് z equal to f of xy എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഈ സർഫസിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? z minus f of xy equal to 0 എന്ന് എഴുതാം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? f of xy minus z equal to 0 എന്ന് എഴുതാം. രണ്ടും എഴുതാട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ ഞാൻ ഈ ഒരു തന്നിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷനെ, ഇത് z എക്സ് വൈയിലുള്ള ഫംഗ്ഷൻ ആയിരിക്കുമല്ലോ, അപ്പോൾ ഞാൻ അതിനെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് എഫ് ഓഫ് എക്സ് വൈ മൈനസ് സെഡ് എന്ന് എടുത്തു. ഇവിടെ അതെ, അല്ലെങ്കിൽ ഓർ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സെഡ് മൈനസ് എഫ് ഓഫ് എക്സ് വൈ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി അപ്പോൾ നിങ്ങൾ നോക്കാം, ഇത് ശരിക്കും ഈക്വൽ ടു 0 ആണല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ എന്താ പറഞ്ഞത്? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സിയുടെ ടാൻജന്റ് പ്ലെയിൻസ് ആൻഡ് നോർമൽ ലൈൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ സിയുടെ വാല്യൂ 0 ആകുമ്പോഴാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അത്രയുള്ള ഒരു വ്യത്യാസം, സിമ്പിളാണ്. Thus a point x0, y0, z0 is on the graph z equal to f of xy if and only if it is also on the level surface f of xy z equal to 0. അതായത് നമുക്ക് z equal to f of xy എന്ന് പറയുന്ന സർഫസിന് മുകളിലുള്ള ഒരു പോയിന്റ് ആണ് x0, y0, z0 എന്ന് പറഞ്ഞാൽ അത് f of xy z equal to 0 എന്ന് പറയുന്ന ലെവൽ സർഫസിന് മുകളിലുള്ള ഒരു പോയിന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് x0, y0, z0 ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് x0, y0 മൈനസ് z0 ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഹെൻസ് ദ ടാൻജന്റ് പ്ലെയിൻ ആൻഡ് ദ നോർമൽ ലൈൻസ് ടു ദ സർഫസ് z equal to f of xy at x0, y0, z0 is same as the tangent planes and normal lines to the level surface f of xy z equal to 0 where capital F of xy z equal to f of xy minus z. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന z equal to f of xy എന്ന് പറയുന്നതിൻ്റെ ടാൻജന്റ് പ്ലെയിൻ്റെയും നോർമൽ ലൈൻ്റെയും ഇക്വേഷൻസ് എഴുതാനാണ്. അത് എന്തിനോട് സിമിലർ ആയിരിക്കും? f of xy z equal to 0 എന്ന് പറയുന്ന ലെവൽ സർഫസസിൻ്റെ ടാൻജന്റ് പ്ലെയിൻ്റെയും നോർമൽ ഇക്വേഷനും തന്നെ എഴുതിയാൽ മതി. അതിനോട് സിമിലർ ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ സിയിൽ വന്ന് പറഞ്ഞു, ഇവിടെ അത് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 പറയുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ്. മുമ്പത്തെ കാര്യം തന്നെയാണ്, ഒരു പെർട്ടിക്കുലർ കേസ് ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ആൻ ഇക്വേഷൻ ഫോർ ദ ടാൻജന്റ് പ്ലെയിൻ ആൻഡ് പാരാമെട്രിക് ഇക്വേഷൻസ് ഫോർ ദ നോർമൽ ലൈൻ ടു എ സർഫസ് z equal to log of x square plus y square at the point 1 0 0. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ടാൻജന്റ് പ്ലെയിൻ്റെ ഇക്വേഷൻ, അതുപോലെ തന്നെ നോർമൽ ലൈനിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എഴുതണം. തന്നിരിക്കുന്ന സർഫസ് ആണ് z equal to log of x square plus y square at the point 1 0 0 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന കർവ് എന്താണ്? സർഫസ് എന്താണ്? z equal to log of x square plus y square എന്ന് എഴുതി. ഞാനിതിനെ log of x square plus y square minus z എന്ന് കൊടുത്തു. ഓക്കെ, ഇനി എനിക്ക് വേണമെങ്കിൽ തിരിച്ചു എഴുതാം കേട്ടോ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ പ്രോബ്ലം ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ഇതായതുകൊണ്ട് ഇതിൽ എഴുതുന്നതാണ്, വേറെ ഒന്നുമില്ല. ഇനി z ഈക്വൽ ടു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് z ഈക്വൽ ടു 0. ഇനി ഞാൻ ഇതിന് ഞാൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് ആയിട്ട് എടുക്കുന്നു. ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് സെഡ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളിനി ടാൻജന്റ് പ്ലെയിൻ്റെയും നോർമൽ ലൈൻസിൻ്റെയും ഇക്വേഷൻസ് എഴുതാണ് ഓഫ് ദ ലെവൽ സർഫസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0. ഓക്കെ, അതാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പറയാം, z ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ദ 0 ലെവൽ സർഫസ് ഓഫ് ദ ഫംഗ്ഷൻ capital F of x y z equal to log of x square plus y square minus z. ഓക്കെ, തിരിച്ചു കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിലും നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മളിനി ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് പ്ലെയിനും പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ നോർമൽ ലൈനുമാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് പ്ലെയിൻ എന്താണ്? നോർമലി ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് പ്ലെയിൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. എന്തായിരുന്നു? എഫ് എക്സ് at x0, y0, z0 x minus x0 plus fy x0, y0, z0 y minus y0 plus fz x0, y0, z0
ആൻഡ് z മൈനസ് z നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു തന്നിരിക്കുന്ന ഫംഗ്ഷൻ z ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് z. ഓക്കെ, നമുക്കിനി പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എഫ് എക്സ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എക്സ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, പിന്നെ ഈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിൽ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ചെയ്യുന്നത്, അപ്പോൾ 2x എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് തന്നിട്ടുണ്ട്, എഫ് എക്സ് അറ്റ് 1 0 0 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 2 ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എഫ് വൈ കണ്ടുപിടിക്കാൻ നിങ്ങൾ എഫ് വൈ എന്ന് പറയുന്നത് എന്താ വരിക, ഇവിടെ തന്നെയല്ലേ ലോഗ് ഓഫ്. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ കാണുമ്പോൾ 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ചെയ്യുന്നത്, അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 2y എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2y ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, നമുക്കിനി എഫ് വൈ അറ്റ് 1 0 0 കണ്ടുപിടിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ 2 ഇൻറ്റു 0 ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി എഫ് സെഡ് കണ്ടുപിടിക്കാം. എഫ് സെഡ് നിങ്ങൾ നോക്കുക, ഇവിടെ നോക്കി, ഇവിടെ ഈ ഒരു ടേമിൽ മാത്രമല്ലേ സെഡ് ഉള്ളൂ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു സെഡിൽ ചെയ്യുമ്പോൾ നമുക്ക് -1 എന്നാണ് എഴുതുക. എഫ് സെഡ് ഈക്വൽ ടു -1. അപ്പോൾ നമ്മൾ എഫ് സെഡ് അറ്റ് 1 0 0 ചെയ്താലും നമുക്ക് എന്തെങ്കിലും കിട്ടും, -1 കിട്ടും. ഇനി നമുക്ക് ആ ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. നമുക്ക് എഴുതാം ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് പ്ലെയിൻ to the level surface f of xyz equal to 0 is, നമുക്ക് എങ്ങനെയാ പറയാ, എഫ് എക്സ് അല്ലെ, എഫ് എക്സ് അറ്റ് 1 നമ്മളിങ്ങനെയാണ് ഇക്വേഷൻ എഴുതിയിരുന്നത്. എഫ് എക്സ് അറ്റ് 1 0 0 ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എഫ് വൈ അറ്റ് 1 0 0 y മൈനസ് 0 പ്ലസ് എഫ് സെഡ് അറ്റ് 1 0 0 ഇൻറ്റു z മൈനസ് 0 ഈക്വൽ ടു 0. ഓക്കെ, നമുക്ക് ഓരോന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. എഫ് എക്സ് കിട്ടിയിരിക്കുന്നത് 2 ആണ്, അപ്പോൾ 2 ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എഫ് വൈ കിട്ടിയിരിക്കുന്നത് 0 ആണ്, 0 ഇൻറ്റു വൈ മൈനസ് 0 പ്ലസ് എഫ് സെഡ് കിട്ടിയിരിക്കുന്നത് നമുക്ക് -1 ആണ്, -1 അല്ലേ, -1 ഇൻറ്റു z മൈനസ് 0 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 2x മൈനസ് 2 ഇവിടെ 0 ആയിപ്പോയി, മൈനസ് z ഈക്വൽ ടു 0. അതായത് നമുക്ക് കിട്ടുന്നത് 2x minus z equal to 2. This is the equation of the tangent plane to the level surface capital F of x y z equal to 0. That is to the surface z equal to log x square plus y square minus z. അല്ലെങ്കിൽ z equal to log of x square plus y square. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ നോർമൽ ലൈൻ അല്ലേ. പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ നോർമൽ ലൈൻ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ പാരാമെട്രിക് ഇക്വേഷൻ്റെ ഇക്വേഷൻസ് ഓർക്കുന്നുണ്ടോ, parametric equations to the normal line. എന്തൊക്കെയായിരുന്നു, x equal to x naught plus fx at x naught y naught z naught and y equal to y naught plus fy of x naught y naught z naught and last one z equal to z naught plus fz of x naught y naught z naught. ഓക്കെ, ഇനി നമുക്ക് നോക്കാം x equal to x naught എന്ന് പറഞ്ഞാൽ 1 plus fx at x naught y naught z naught നമ്മൾ കണ്ടു. അയ്യോ ഒരു ടീം കൂടെ ഇല്ലേ, പാരാമെട്രിക് ഇക്വേഷൻ അല്ലേ എഴുതുന്നത്, ടി ഉണ്ട് കേട്ടോ, മറന്നുപോയി. എഫ് എക്സ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, 2t അല്ലേ. അപ്പോൾ നമുക്ക് y equal to എന്താ കിട്ടുക, y equal to y naught 0 ആണ്, fy into 0 that is equal to 0. then z എന്താണ് കിട്ടുക, z is equal to 0 plus fz എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന -1 ആണ് into t that is equal to -t. that is നമുക്ക് കിട്ടിയ പാരാമെട്രിക് ഇക്വേഷൻസ് ഏതൊക്കെയാണ്, x equal to 1 plus 2t and y equal to 0 and z equal to -t. this is the parametric equation of the normal line to the level surface f of x y z equal to 0. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് an equation for the tangent plane and parametric equation for the normal line to a surface z equal to x square y at the point 2 1 4. ഓക്കെ, നമുക്കറിയാമല്ലോ ഇങ്ങനെ ചെയ്യുന്നത്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഓക്കെ, നമുക്ക് എഴുതാം. നമുക്ക് തന്നിരിക്കുന്ന കർവ് z equal to x square y ആണ്. സോ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം,
എക്സ് സ്ക്വയർ വൈ മൈനസ് സെഡ് ഈക്വൽ ടു 0. അപ്പം ഞാൻ ലെറ്റ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എന്തെടുത്തു, എക്സ് സ്ക്വയർ വൈ മൈനസ് സെഡ് അല്ലേ. ഇനി നമുക്ക് എന്തെഴുതാം, ഇക്വേഷൻസ് ഓഫ് ദ ടാൻജന്റ് പ്ലെയിൻ to the level surface f of x y z equal to 0 is, നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു, fx at x0 y0 z0 x minus x0 plus fy x0 y0 z0 y minus y0 plus fz x0 y0 z0 z minus z0 equal to 0. നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം അല്ലേ. നമ്മൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ എഴുതുന്നുണ്ട്. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ മൈനസ് സെഡ്. നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് ഏതാണ് ഇവിടെ, 214 അല്ലേ. 214 എന്ന് പറയുന്ന പോയിന്റ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. എഫ് എക്സ് ഈക്വൽ ടു, എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, 2xy എന്ന് വരും അല്ലേ. അപ്പം നമുക്ക് ഇവിടെ തന്നെ കണ്ടുപിടിച്ച് പോവാം. എഫ് എക്സ് അറ്റ് 214 എന്താണ് വരിക, 2 into 1 that is equal to 4 എന്ന് വരും. ഓക്കെ, എഫ് വൈ എന്താണ് വരിക, എഫ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പം എഫ് വൈ അറ്റ് 214 എന്താണ് വരുന്നത്, 2 സ്ക്വയർ ദാറ്റ് ഈസ് അഗെയിൻ 4 എന്ന് കിട്ടും. ദെൻ എഫ് സെഡ് എന്താണ് വരിക, എഫ് സെഡ് ഈക്വൽ ടു എന്താ നമ്മളെ ഫംഗ്ഷൻ -1 എന്ന് വരും അല്ലേ. നേരത്തെ -1 ആണല്ലോ വന്നത്. അപ്പോൾ എഫ് സെഡ് അറ്റ് 214 എന്ന് പറയുന്നത് -1 തന്നെയായിരിക്കും വരിക. അപ്പം നമ്മളിനി ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് പ്ലെയിൻ എഴുതാൻ പോവാണ്. ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് പ്ലെയിൻ അത് അറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്നുണ്ട്. ഏതാണ്, എഫ് എക്സ് അറ്റ് 214 എക്സ് മൈനസ് 2 പ്ലസ് എഫ് വൈ അറ്റ് 214 വൈ മൈനസ് 1 പ്ലസ് വൈ മൈനസ് വൈ നോട്ടൊക്കെയാണ് കേട്ടോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എഫ് സെഡ് ഓഫ് 214 ഇൻറ്റു സെഡ് മൈനസ് 4 ഓക്കെ ഈക്വൽ ടു 0. നമുക്ക് ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് എക്സ് നമുക്ക് കിട്ടിയത് 4 ആണ്. അപ്പോൾ 4 ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് എഫ് വൈ കിട്ടിയിരിക്കുന്നത് 4 ആണ്. 4 ഇൻറ്റു വൈ മൈനസ് 1 പ്ലസ് എഫ് സെഡ് കിട്ടിയിരിക്കുന്ന -1 ആണ്. സെഡ് മൈനസ് 4 ഈക്വൽ ടു 0. ഇതിനെ ഒന്ന് നമുക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4x മൈനസ് 4 ഇൻറ്റു 8 പ്ലസ് 4y മൈനസ് 4 മൈനസ് സെഡ് പ്ലസ് 4 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് നമുക്ക് കിട്ടുന്നത് ഇവിടെ 4 8 വരും അല്ലേ. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 4x പ്ലസ് 4y മൈനസ് സെഡ് ഈക്വൽ ടു 8 അല്ലേ. ശരിയല്ലേ, യെസ് കറക്റ്റാണ്. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് പ്ലെയിൻ. ഇനി എന്താ വേണ്ടത്, ഇനി നമുക്ക് വേണ്ടത് പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ നോർമൽ ലൈൻ അല്ല. പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ നോർമൽ ലൈൻ. എന്തൊക്കെയായിരുന്നു പാരാമെട്രിക് ഇക്വേഷന്, എക്സ് ഈക്വൽ ടു x0 പ്ലസ് എഫ് എക്സ് അറ്റ് x0 y0 z0 t അല്ലേ. y ഈക്വൽ ടു y0 പ്ലസ് എഫ് വൈ x0 y0 z0 t. z ഈക്വൽ ടു z0 പ്ലസ് എഫ് സെഡ് x0 y0 z0 t. നമുക്കിവിടെ എന്താ കിട്ടുക, എക്സ് ഈക്വൽ ടു x0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. എഫ് എക്സ് എന്താ കണ്ടുപിടിച്ചിട്ടുണ്ട്, 4 ആണ് അല്ലേ. എക്സ് ഈക്വൽ ടു 2 പ്ലസ് 4t. ദെൻ y ഈക്വൽ ടു y0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലേ. 1 പ്ലസ് എഫ് സെഡ് എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ്. 1 പ്ലസ് 4t. ആൻഡ് എഫ് സെഡ് ഈക്വൽ ടു z0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലല്ലോ, 2 1 4. അപ്പോൾ 4 മൈനസ് എഫ് സെഡ് എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ പ്ലസ് -1 ഇൻറ്റു ടി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസ് ഏതൊക്കെയാണ്, നമ്മുടെ പാരാമെട്രിക് ഇക്വേഷൻ നമുക്കൊന്ന് ഇങ്ങനെ എഴുതാം. എക്സ് ഈക്വൽ ടു 2 പ്ലസ് 4t ആൻഡ് y ഈക്വൽ ടു 1 പ്ലസ് 4t ആൻഡ് z ഈക്വൽ ടു 4 മൈനസ് t. ദീസ് ആർ ദ പാരാമെട്രിക് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ടാൻജന്റ് പ്ലെയിൻ്റെയും നോർമൽ ലൈൻ്റെയും പാരാമെട്രിക് ഇക്വേഷൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പോൾ ഈ പോർഷൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. എക്സാമിന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.